പാലക്കാട് നിന്ന് പി.കെ. സരീഷ് എഴുതുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം നീണ്ട ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരുന്നു. ഓരോ ദിവസം ഓരോരോ കഥകൾ, ഓരോരോ സംഭവ വികാസങ്ങളായിരുന്നു പാലക്കാട്. ഇന്നിപ്പോൾ എല്ലാത്തിനും പരിസമാപ്തിയെക്കുറിച്ച് കൊട്ടിക്കലാശമാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും എല്ലാ മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു. മൂന്ന് മുന്നണികളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ഒരു മാസമായി വലിയ വിവാദങ്ങളാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ വികസന മുരടിപ്പ്, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ, ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്ന ആദ്യ മണിക്കൂറുകൾ മുതൽ വിവാദങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ സരിൻ രംഗത്ത് വരുന്നു. പിന്നാലെ സരിൻ LDF സ്ഥാനാർത്ഥിയാവുന്നു. BJPയിൽ C. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിൽ BJPയിൽ അതൃപ്തി പുകയുന്നു. അങ്ങനെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിനിടയിൽ ശോഭാ സുരേന്ദ്രനും K. സുരേന്ദ്രനും ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതോടൊപ്പം K. മുരളീധരൻ എത്തുന്നില്ല എന്ന ആരോപണം. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഓരോ ദിവസവും പുതിയ വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാത്തിനും അവസാനമാവുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യമാണ്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചാരണത്തിനുള്ളത്. നാളെ നിശബ്ദ പ്രചാരണമാണ്. ഇന്ന് കൊട്ടിക്കലാശം കൃത്യമായി ഓരോ മുന്നണിയുടെയും ശക്തി പ്രകടനമായി മാറ്റാനുള്ളൊരു ശ്രമം തന്നെയാണ് മൂന്ന് മുന്നണികളും നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 2 മണി മുതൽ, അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ UDFും NDAയും തങ്ങളുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. ഒലവക്കോട് നിന്നാണ് UDF റോഡ് ഷോ ആരംഭിക്കുന്നത്. അത് പുതിയ ബസ് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. അതോടൊപ്പം തന്നെ മേലാമുറി മാർക്കറ്റിൽ നിന്നും NDAയുടെ ശക്തി കേന്ദ്രമായ, BJPയുടെ ശക്തി കേന്ദ്രമായ മേലാമുറി മാർക്കറ്റിൽ നിന്നാണ് NDAയുടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിൻ്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. അത് സ്റ്റേഡിയത്തിൽ തന്നെ സമാപിക്കുകയാണ്. അവിടെ എന്തായാലും LDFിൻ്റെ പ്രകടനം, അല്ലെങ്കിൽ റോഡ് ഷോ വൈകിട്ട് 4 മണിക്കാണ് ആരംഭിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തുനിന്നും ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന രീതിയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്നലെ മൂന്ന് മുന്നണികളും ഒരു മിനി റോഡ് ഷോ, അതായത് നാളെ എന്താണ് കാണാൻ പോകുന്നത് എന്ന് കൃത്യമായി തുറന്നു കാണിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ഇന്ന് വൈകിട്ട് എന്താണ് യഥാർത്ഥ വെടിക്കെട്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ മൂന്ന് മുന്നണികളും റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് റോഡ് ഷോയും കലാശക്കൊട്ടും നടക്കാൻ പോകുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണ തിരക്കിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെയും ഈ കുടുംബയോഗങ്ങളും, അതോടൊപ്പം തന്നെ ചില വ്യക്തിപരമായി കാണേണ്ട ചില വ്യക്തികളെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബൂത്ത് സമ്പർക്കവും ചില സ്ഥാനാർത്ഥികൾ നടത്തുന്നുണ്ട്. എന്തായാലും രാവിലെ 6 മണി മുതൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ഫീൽഡിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. സാധാരണഗതിയിൽ കലാശക്കൊട്ട് ദിവസം അവസാന മണിക്കൂറുകളിൽ മാത്രമാണ് പലപ്പോഴും സ്ഥാനാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങാറ്. കാരണം 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ റോഡ് ഷോയാണ്. അപ്പോൾ അത്രയേറെ അധ്വാനം അതിൻ്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ് നടക്കാറ്. പക്ഷേ ഇന്നെന്തായാലും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ചേലക്കരയിലെയും ഒപ്പം തന്നെ വയനാട്ടിലെയും ഒക്കെ സ്ഥാനാർത്ഥികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ മുന്നണികൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കളായ ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസും ഒക്കെ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. LDFിൻ്റെ U. പ്രദീപ് ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കളെ എല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം AI ഗ്രൂപ്പുകൾ തമ്മിൽ പോരുണ്ട്, അതോടൊപ്പം തന്നെ ഉൾപാർട്ടി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കോൺഗ്രസിനെതിരായ വലിയ ആരോപണങ്ങളായിരുന്നു. K. മുരളീധരൻ എത്തിയതോടെ അങ്ങനെ I ഗ്രൂപ്പുമായി വലിയ ചേരിതിരിവില്ല. അല്ലെങ്കിൽ I ഗ്രൂപ്പ് ഏറ്റവും ആവശ്യപ്പെട്ടിരുന്നത് K. മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ്. കാരണം വടകരയിൽ MP ആയിരുന്ന അദ്ദേഹത്തെ തൃശ്ശൂരിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നു, അതിനുശേഷം പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു പരാജയപ്പെട്ടൊരു വ്യക്തിക്ക് ഒരവസരം നൽകണം എന്നൊരാവശ്യം I ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചെങ്കിലും അത് നിരാകരിക്കപ്പെടുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തില്ല, അതായത് പ്രചരണത്തിന് പാലക്കാടേക്ക് വരില്ല എന്ന് മുരളീധരൻ തുറന്നു പറയുന്നു. തൊട്ടു പിന്നാലെ സമരസ ചർച്ചകൾ നടക്കുന്നു. ഒടുവിൽ K. മുരളീധരൻ എത്തിയതോടെ, ഒപ്പം തന്നെ ഈ പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായതോടെ കോൺഗ്രസ് ഒറ്റക്കെട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ K. സുധാകരനും VD സതീശനും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും ഈ കൊട്ടിക്കലാശ ദിവസവും മണ്ഡലത്തിൽ തന്നെയുണ്ട്. അതോടൊപ്പം LDFിൻ്റെ മുതിർന്ന നേതാക്കളും ഇന്ന് മണ്ഡലത്തിലുണ്ട്.
AK ബാലൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ MP രാജേഷും ഒപ്പം മറ്റ് മന്ത്രിമാരും ഒക്കെ ഇന്ന് മണ്ഡലത്തിലുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം K സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. K സുരേന്ദ്രനും അതോടൊപ്പം തന്നെ PK കൃഷ്ണദാസ്, MT രമേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും എത്തിച്ച് അങ്ങനെ 3 മുന്നണികളുടെയും മുതിർന്ന നേതാക്കളെ എത്തി ഉള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. ഒരു മാസം നീണ്ടുനിന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിന് ഇന്ന് പരിസമാപ്തി വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ് PK.